സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു എമൗണ്ട് ഒരു അപ്രിസിയേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റോക്സ് വിറ്റ് ഒഴിഞ്ഞ് മാത്രമേ നമുക്ക് ലാഭം എടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ നിന്നൊരു റവന്യൂ ജനറേഷനും നമുക്ക് പോസിബിളാണ്. അതിന് പറ്റിയ രീതിയിലുള്ള ഡിവിഡൻഡ് കൊടുക്കുന്ന രീതിയിലുള്ള ഷെയർസുകൾ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ, ഈ രീതിയിലുള്ള ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. കാരണം ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നല്ല റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ ഇതുപോലത്തെയുള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ ട്രസ്റ്റുകളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇതുണ്ട്. അതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഷെയർസുകളാണ് നമ്മൾ വാങ്ങുന്നത്. ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഓഫീസ് സ്പേസുകൾ ഉണ്ടാവാം, കമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ആവാം, ഹോട്ടൽസ് ആവാം, ഇൻഫോ പാർക്ക് പോലത്തെ IT പാർക്കുകളാവാം. ഇതിൻ്റെ എല്ലാം റെൻറ്റ് വരുന്നത് ഉണ്ട്, ഇതിന് വരുന്നൊരു അപ്രീസിയേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഇവർ കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിൽ ഇവർക്കൊരു പ്രോഫിറ്റ് വന്നു. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ഇൻകത്തിൻ്റെ 90% അവർ ഈ രീതിയിൽ റിറ്റ്സ് എന്നാണ് ഇതിനെ പറയുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ക്വാർട്ടർലി ആവാം അല്ലെങ്കിൽ സെമി ആനുവലി എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു ഇൻകം നമുക്കത് ലഭിക്കും. ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് വരുന്നൊരു അപ്രിസിയേഷൻ ഉണ്ടാവും. ഇതിനൊരു അറൗണ്ട് 7 to 10% എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇയർലി ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. താരതമ്യേന സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതിനെ അപേക്ഷിച്ച് ഇത്തിരി റിസ്ക് കുറവുമാണ്. ഇതുപോലെ തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഫണ്ടുകളെല്ലാം ഇവർ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്റ്റുകൾ, റോഡ്സ് ആവാം, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള രീതിയിലുള്ള ഫണ്ടുകൾ ലൊക്കേഷൻ ആവാം. ഈ രീതിയിലുള്ള പർപ്പസിനാണ് ഈ എമൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന റവന്യൂ ആവാം, ടോൾ പിരിവിലൂടെ ലഭിക്കുന്ന റവന്യൂ, അല്ലെങ്കിൽ ഈ ടെലിഫോൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന റവന്യൂ, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ 90% വരെയുള്ള ഒരു റവന്യൂ അതിൽ നിന്ന് വരുന്നത് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ റിറ്റ്സിലോ അല്ലെങ്കിൽ IT-കളിലോ നമ്മൾ ചെയ്തു പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടുകൾ, ആ എമൗണ്ട് ഇൻവെസ്റ്റ് ആയത് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഒരു 7% to 10% വരെ അതിൽ നിന്നൊരു റവന്യൂ ജനറേഷനും നടക്കുന്നതാണ്. എപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പറയുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾ റിട്ടയർമെൻറ്റ് ടൈമിലേക്ക് അടുക്കുന്നു, നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഇൻകം ജനറേഷൻ കൂടി വേണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും.